ഹായ് വെൽക്കം. ഞാൻ ദിലീപ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു നാടൻ ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒരു ബീട്രൂട്ട് തോരനാണ് കേട്ടോ. നോർമലി തോരനല്ല, നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യം എടുക്കുന്നത് നോക്കാം. അതിൻ്റെ കുറച്ച് പച്ചമുളക്, രണ്ട് രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു സബോള, ഒരു മീഡിയം സൈസിലുള്ള ഒരു സബോള ഇതുപോലെ നന്നായി ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഓക്കെ, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 2 മുട്ട, അതുപോലെ നമ്മളിത് ബീറ്റ്റൂട്ട് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഓക്കെ, അതിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അതുപോലെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചോറിൻ്റെ കൂടെ കറികളൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു തോരനില്ലെങ്കിൽ ഇങ്ങനെയല്ലേ, അതൊരു ശീലമായി പോയതുകൊണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ, മറന്നുപോലെ. ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ. നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ അടിയിൽ പിടിക്കാതിരിക്കാൻ ഉള്ള ഉപകാരമുണ്ട്. അപ്പോൾ വേറെ ചീഞ്ചട്ടിയൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഓക്കെ, സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെല്ലെ വേവിച്ചെടുക്കുക. അപ്പോൾ അത്യാവശ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. ബീട്രൂട്ട് ഒന്ന് അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ബീട്രൂട്ട് എല്ലാം കൂടെ നമ്മൾ ഈ പാനിൻ്റെ സൈഡിലൊക്കെ ഇട്ട് ഇങ്ങനെ വട്ടത്തിലേക്ക് മാറ്റി വെക്കുക. ശേഷം നമുക്കൊന്ന് സെൻറ്ററിലോട്ട് നമ്മൾ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ലേശം ഉപ്പും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, ഇളക്കി ചിക്കി എടുക്കുക. ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഇളക്കുക. അല്ലെങ്കിൽ ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത്, ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കിടക്കുന്ന പോലെ ഇങ്ങനെ ഇളക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ആ ബീട്രൂട്ടുമായിട്ട് നന്നായിട്ടൊന്ന്
ഇളക്കി യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ തേങ്ങ ചിരകിയിട്ടൊക്കെ ഇതിൽ ചേർക്കും. അപ്പോൾ നമ്മളതിന് പകരമായിട്ട് മുട്ട ചേർക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക. ഇത്രേ ഉള്ളൂ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഫുഡിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ വീഡിയോസ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അവരാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.